നടൻ സിദ്ദിഖിനെതിരായ കേസിൽ പീഡനം നടന്ന ഹോട്ടൽ മുറി കാണിച്ചു കൊടുത്ത നടി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിലെ 101D മുറിയാണ് നടി തെളിവെടുപ്പിനിടെ കാണിച്ചു കൊടുത്തത്. അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വീണ്ടും കേസെടുത്തു. രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ മൊഴി നൽകിയ ജോഷി ജോസഫുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിലെ 101D മുറിയിൽ വെച്ച് സിദ്ദിഖ് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിലാണ് തെളിവെടുപ്പ്. 2016-ൽ സിദ്ദിഖ് താമസിച്ച മുറിയാണിത്. ഇടവേള ബാബുവിനും മുകേഷ് MLA-ക്കും എതിരായ പരാതിയിൽ താരസംഘടനയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. അതിനിടെ തനിക്കെതിരായ പീഡന പരാതിയിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ രംഗത്തെത്തി. ആരോപണം വ്യാജമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ദുരനുഭവം തുറന്നു പറഞ്ഞതിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ശാസിച്ചെന്ന ആരോപണവുമായി തൃശൂർ സ്വദേശിയും രംഗത്തെത്തി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ മൊഴി നൽകിയ ജോഷി ജോസഫുമായി എറണാകുളത്തെ ഹോട്ടലിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ഈ ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള DD നെസ്റ്റ് എന്ന് പറയുന്ന ഫ്ലാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിന് തൊട്ടപ്പുറമുള്ള DD നെസ്റ്റിൽ അന്ന് രാത്രി ഉണ്ടാകുന്നത്. ഞാൻ അന്ന് രാത്രി വീട്ടിലുണ്ട്, എനിക്കറിഞ്ഞൂടെ ഇവരിവിടെ ഉള്ള കാര്യം. കാലത്ത് വിളിക്കുമ്പോഴാണ് അവരിവിടെ ഉണ്ടെന്നും അങ്ങനെയാണ് ഞാനിവിടെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊച്ചിയിൽ സംഘടിപ്പിക്കാനിരുന്ന ചലച്ചിത്ര സംവാദ പരിപാടിയിൽ നിന്ന് ബംഗാളി നടി പിന്മാറി. തൃശൂരിലെ ഹോട്ടലിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ചലച്ചിത്ര രംഗത്തെ വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ സുതാര്യമായ സംവിധാനം വേണ്ടതുണ്ടെന്ന് WCC ആവശ്യപ്പെട്ടു. ലിംഗസമത്വത്തിനായി സർക്കാരും സംഘടനകളും ഉത്തരവാദിത്തത്തോടെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മീഡിയ 1 കൊച്ചി.